ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ബേബിയുടെ ബാപ്റ്റിസം ആണ്. അപ്പോൾ എന്താണ് രാവിലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ഡൗട്ട് വരേണ്ട കാര്യമേ ഇല്ല. കാരണം ഫുൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പുട്ടി അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പുട്ടി ലുക്കിൽ നിന്ന് മാറ്റി സിമ്പിൾ മേക്കപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളത് എൻ്റെ എൻഗേജ്മെന്റിൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നത് പെരുമ്പാവൂരുള്ള ആൽമണ്ട്ര സ്റ്റുഡിയോയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആൽമണ്ട്ര മേക്കപ്പ് സ്റ്റുഡിയോയിലാണ്. ഇന്നത്തെ ഫുൾ ബാപ്റ്റിസത്തിന്റെ ഒരു അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഫുൾ ലുക്ക് നമ്മൾ ഇവിടെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ ഈ ആൽമണ്ട്ര സ്റ്റുഡിയോയുടെ ഓണറായ നിഷ ചേച്ചിയാണ്. ചേച്ചി ഹായ്, ഹലോ. അപ്പൊ ഇന്ന് ചേച്ചിനെയാണ് നമ്മൾ ഫുൾ പരിപാടികൾ ഏൽപ്പിച്ചേക്കുന്നത്. ഫുൾ കോൺഫിഡന്റ് ആണ്, എല്ലാം സെറ്റ് ആക്കി ചേച്ചി തരും. അപ്പൊ നമ്മളൊരു ഗോൾഡൻ ഒരു സാരി ആണ് ലുക്ക് വരുന്നത്. സിമ്പിൾ മേക്കപ്പിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ? പുട്ടപ്പല്ല ചെയ്യണ്ടേ, മുടി ഓപ്പൺ ആയിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാവുന്ന ഇത് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, നമുക്ക് അഞ്ചിതിനെ സൂപ്പർ ആക്കാം. അതെ. രാവിലെ തന്നെ ചാടിത്തുള്ളി എങ്ങോട്ടേക്കാണ് പോകണമെന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ. ഇന്നെൻ്റെ കൊച്ചിൻ്റെ മാമോദീസയല്ലേ, അപ്പോൾ ഞാനല്ലേ ഒരുങ്ങി നിൽക്കണ്ടേ. അതിന് കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് നീ എന്തിനാ ബ്യൂട്ടീഷ്യൻ ചെയ്ത് നിൽക്കുന്നത്? നീ ഒരുപാട് മേക്കപ്പ് കിട്ടിയതിന് ആൾക്കാരെന്ത് പറയാൻ? കാരണം കഴിഞ്ഞ 9 മാസത്തോളം കഷ്ടപ്പെട്ട് അവളെ വയറ്റിൽ ചോന്ന് നൊന്ത് പ്രസവിച്ച് ഇപ്പോൾ അവൾക്ക് 1.5 മാസം കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരുങ്ങി നിൽക്കുമ്പോൾ നാട്ടുകാർ എന്ത് പറയാനാണ്? അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ പോകാൻ പറ. നമ്മൾ സുന്ദരിയായിട്ട് നിൽക്കുന്നത്, നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ട് ആസ്വദിച്ചാൽ മതിയെന്നേ അല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഡെലിവറിക്ക് ശേഷം നന്നായോ, തടി വെച്ചോ, വണ്ണം കൂടിയോ, ലേഹ്യം കഴിക്കുന്നുണ്ടോ, അരിഷ്ടം കുടിക്കുന്നുണ്ടോ, വയറ് ചാടിയോ, സുന്ദരിയായോ, സൗന്ദര്യം വെച്ചോ, കവള് വെച്ചോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു ആൻസറാണ് ശരിക്കും പറഞ്ഞാൽ. അതുവരെ ഞാനൊരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം സൊസൈറ്റിയുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഡേ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ എല്ലാവരും കാണുന്ന ദിവസം കൂടിയാണ്. ഞാനപ്പോൾ ആൽമണ്ട്ര എന്ന് പറയുന്ന ഒരു മേക്കപ്പ് സ്റ്റുഡിയോ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റ് ഇവിടെയാണ് ചെയ്തത്. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ഈ മജീഷ്യനെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജ് കൺവൊക്കേഷൻ ഇരിക്കുന്ന പോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചേച്ചി എന്നെ ഇവിടെ ഇരുത്തി മുഖത്ത് ഇതുപോലെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മുഖത്തെ മേക്കപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും, പക്ഷെ അത് ഓവറല്ല. ഫോട്ടോസിലും നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനും ആദ്യം വിചാരിച്ചു ഈ ഐഷാഡോ ഒക്കെ ഇങ്ങനെ ഇത്ര കട്ടിക്കിടേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് എല്ലാം മേക്കപ്പും ഫുൾ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് റെഡിയായി വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കണ്ണ് ഇതുപോലെ ഇങ്ങനെ കട്ടിക്ക് എഴുതി നല്ല ഡാർക്കായിട്ട് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ചേച്ചി പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കേസിൽ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതിലൊരു പ്രോഗ്രാമിൽ ചെന്ന് ലിപ്സ്റ്റിക്ക് ഇച്ചിരി ഓവറായിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഒടുക്കത്തെ മേക്കപ്പാണല്ലോ, എന്താണ് വാരി പൊത്തിയേക്കുന്നത്. ലിപ്സ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മേക്കപ്പ് ലുക്ക് മാറാനും അറിയാനും. പക്ഷേ ഇപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് ഓവറാണെന്ന്. പക്ഷേ അത് ഓവറല്ല. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ്, കാരണം കുറച്ചൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വായിലേക്ക് കഴിക്കും, വെള്ളം കുടിക്കുമ്പോഴൊക്കെ വായി പോകുന്നത് കൊണ്ട് ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഇത് കറക്റ്റ് പക്ക സംഭവമായിട്ട് നമുക്ക് കിട്ടി കിട്ടും. ഹെയർ ഒരു ഫ്രീ ഹെയറാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ചേച്ചി ഓൾറെഡി ഹെയർ ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഒന്ന് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ സാരി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത ഒരു സാരിയാണ്. കാരണം ഞാൻ ഇതുവരെ ഈ ഒരു കളറിൽ നിന്നിട്ടില്ല. എനിക്കൊരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് അനുസരിച്ചുള്ള ഒരു ഓർണമെൻറ്റ്സാണ് ഞാൻ യൂസ് ചെയ്തത്. സിമ്പിളായിട്ട് ഒരു കുഞ്ഞിമാല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞിക്കമ്മൽ, അതുപോലെ ഒരു കൈചെയിൻ, ഒരു ബാങ്കിൾ, ഇത്രയാണ് ഞാൻ ഇട്ടുള്ളൂ. ഒരുപാട് ആഭരണ വിദൂഷികയെ കാണാൻ എനിക്കും താല്പര്യമില്ല, നാട്ടുകാരെ കാണിക്കാൻ അത്ര കൂടി താല്പര്യമില്ല. അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഫ്രീ ഹെയർ ചെയ്യുമ്പോൾ അത് ചേച്ചി അത് അനുസരിച്ച് സെറ്റ് ചെയ്ത് തന്നു. കാരണം ഞാൻ എങ്ങനെ തല ഈരി വെച്ചാലും എനിക്കൊരു തൃപ്തിയില്ല. ഒരിക്കലും അതൊരു തൃപ്തിയായിട്ട് വരാറുമില്ല. ചേച്ചിക്ക് എൻ്റെ കറക്റ്റ് സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ചേച്ചി അത് പക്കയായിട്ട് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ എനിക്ക് എന്നെ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ട് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ലുക്കായിരുന്നു കേട്ടോ അത്. കാരണം ഞാൻ അടുത്തൊന്നും എന്നെ ഇത്ര സുന്ദരിയായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്കെന്നെ പറയാനുള്ളത്. ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചക്കു ആയിരിക്കും. കാരണം ചക്കുവിൻ്റെ അടുത്ത് ഈ ഒരു ലുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചക്കു പറഞ്ഞു ഞാൻ ഒരു അച്ചയൻ സ്റ്റൈലാണ്, ഒരു ഓഫ് വൈറ്റും മുണ്ട ഷർട്ടിലാണ് നിൽക്കാൻ പോകുന്നത്, അപ്പോൾ നീ അതിനനുസരിച്ചൊന്ന് ലുക്ക് പിടിച്ചോളാനും പറഞ്ഞു. ഞാൻ വന്ന് എൻ്റെ കോലം മൊത്തം മാറി. ചേച്ചി ഇത് ഫുള്ള് സെറ്റാക്കി തന്നു.
വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഫൈനലൊക്കെ കണ്ടില്ലേ? ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ ഇത് കല്യാണത്തിന് ഒരിക്കൽ വരെയായില്ലേ? ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? ഞാൻ കേട്ടില്ലേ? അതെ. അപ്പൊ ഞാൻ പറയുവാണ്, നമ്മുടെ പെരുമ്പാവൂര് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞോ? PP റോഡ്, ബിബി റോഡിലുള്ള ആൽമൻഡ്ര മേക്കപ്പ് സ്റ്റുഡിയോ. അപ്പോൾ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ സെറ്റ് ആക്കി അടിപൊളിയാക്കി തരും. ബ്രൈഡലിന് വേറെ സെഷനൊക്കെ ഇവിടെ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാനായിരിക്കുവാണ്. അപ്പൊ എന്തായാലും ഓഫേഴ്സും കാര്യങ്ങളും നിങ്ങൾ ഇവിടെ പേജ് ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.